അതിനു മുമ്പ് രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ അവർ മാറി ജനാധിപത്യപരമായിട്ടുള്ള ഇത് വന്നപ്പോൾ വ്യക്തിത്വമുള്ള മനുഷ്യരുണ്ടായി. അപ്പോൾ ഭർത്താവിൻ്റെ തുടർച്ചയായിട്ടൊരു ഭാര്യയും മക്കളുമായിട്ടല്ലാതെ 2 പേര് ചേർന്ന കുടുംബങ്ങളുണ്ടായി. അപ്പോൾ സംഘർഷങ്ങൾ കൂടുതലുണ്ടായി. 2 പേര്, ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിവാഹമോചനങ്ങളുണ്ടായി. പണ്ട് അങ്ങനെയില്ല, വിധവയെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമുക്കൊരു സമയത്തും വിവാഹമോചിതർ എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരില്ലായിരുന്നു. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ വിവാഹമോചിതരില്ലാതിരിക്കുകയും വിധവകൾ മാത്രം ഉണ്ടായിരുന്ന പഴയ കാലത്തെ സിസ്റ്റത്തിനകത്ത് വിധവകൾ എങ്ങനെങ്കിലും ജീവിക്കുക, മക്കളെ ആശ്രയിച്ച് ജീവിക്കുന്ന യുക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള സിദ്ധാന്തങ്ങളൊക്കെ ആയിരുന്നു എല്ലാ അമ്പലത്തിലും പള്ളിയിലും എല്ലാം പഠിപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് മാറി എല്ലാവർക്കും ഒരു വോട്ടായി, എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നിടത്തായി, എല്ലാവർക്കും ജോലി കിട്ടുന്നിടത്തായി. അപ്പോൾ വിവാഹമോചിതരാകാനായിട്ട് പറ്റും. കാരണം സ്ത്രീ പുരുഷനെ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലാതായിട്ട് മാറി. ഇപ്പോൾ സ്വന്തം ജീവിതം തീരുമാനിക്കാൻ പറ്റുമെന്നും സ്വന്തമായിട്ട് അപ്പോൾ വരുമാനവും ജോലിയുള്ള സ്ത്രീകളുണ്ടായപ്പോഴാണ് ഇന്ന് ഈ വിവാഹമോചിതരായ ആൾക്കാർ ഉണ്ടായത്. ആ വിവാഹമോചിതരായ ആൾക്കാർ വീണ്ടും വിവാഹം കഴിക്കാവുന്നിടത്തെത്തി. അപ്പോൾ ഒരാൾക്ക് പഴയ വിവാഹത്തിൽ നിന്നുള്ള കുട്ടികളുള്ളവരായി, 2 പേർക്കും കുട്ടികളുള്ള ആളുകളുണ്ടായി. അപ്പോൾ അതിനെയാണ് പുതിയ ഭാഷയിൽ പറഞ്ഞ ബ്ലെൻഡഡ് ഫാമിലി എന്നതിന് പറയുന്നത്.